എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 7.6 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വില്ലയാണ് ഇത്. മോഡേൺ കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരമുണ്ട്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം ഏകദേശം 2 കിലോമീറ്ററാണ്. മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് 2 വശത്തും റോഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഗേറ്റുകളും ഈ വീടിന് നൽകിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. വലിയ ഗാർഡൻ സ്പേസുകളൊക്കെ ആയിട്ട് നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു മുറ്റം. ഏകദേശം 5 വാഹനങ്ങളെങ്കിലും മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ നൽകിയിട്ടുണ്ട്. നല്ലൊരു കാർ പോർച്ചും ഇവിടെ നൽകിയിരിക്കുന്നു. വീടിനോട് ചേർന്ന് തന്നെയാണ് കാർ പോർച്ച് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തായിട്ട് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ടും ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിന് ചേർന്ന് തന്നെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. അവിടെയും ഗാർഡൻ സ്പേസ് ഒരുക്കിയിരിക്കുന്നു. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് നേരെയായിട്ടൊരു ജനൽ നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കടന്നു വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള വലിയ ലിവിങ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സോഫയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്തായിട്ട് ഒരു ഷാൻലിയറും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ് നമുക്ക് കാണാം. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമ്മൾ നേരത്തെ ഒരു കോർട്ട്യാർഡ് സ്പേസ് കണ്ടിരുന്നു. ആ കോർട്ട്യാർഡ് സ്പേസ് വരുന്നത് ഇവിടെയാണ്. വീടിൻ്റെ മുൻവശത്ത് നിന്ന് ഈ കോർട്ട്യാർഡ് സ്പേസിലേക്ക് പ്രവേശിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടനും ഇവിടെ നൽകിയിരിക്കുന്നു. ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയും നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസിൻ്റെ ഡോറ് കാണാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഭാഗവും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ വീടിന് വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇനി കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഓപ്പൺ കൺസെപ്റ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ കിച്ചൺ. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളർ കൗണ്ടർ ടോപ്പാണ് ഇവിടെ വരുന്നത്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. എൽ ഷേപ്പിലാണ് ഈ വർക്ക് ഏരിയ സ്പേസിലെ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ബെഡ്റൂമിൽ നമുക്ക് ബെഡും കോട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂം. മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഒരു വശത്തായിട്ട് വലിയ ജനൽ നൽകിയിട്ടുണ്ട്. വലിയ വാർഡ്രോബ് ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. കർട്ടൺ വർക്കുകളും വീടിന് കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. മനോഹരമായിട്ടുള്ള ബാത്റൂം. വാട്ടർ ഹീറ്ററുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ബാത്റൂമാണ്. നല്ല എലഗൻ്റായി നിർമ്മിച്ച ബാത്റൂം. സാനിറ്ററി ഫിറ്റിങ്സുകൾ നൽകിയിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡിൻ്റേതാണ്. താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ ആയിട്ടാണ് 2ാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ കോട്ടും ബെഡും എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു ഐലൻഡ് ടൈപ്പ് ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു വശത്തായിട്ട് വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കർട്ടൺ വർക്ക് നൽകിയിരിക്കുന്നു. വലിയ വാർഡ്രോബും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു ഭാഗത്ത് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ വിശാലമായിട്ടുള്ളതാണ് ബാത്റൂം. ഫിനിഷിങ്ങും ഏകദേശം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്.
താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് ടഫൻഡ് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെപ്പുകളിൽ വുഡാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ലാൻഡിങ് സ്പേസ് കാണാം. ഇവിടെ നിന്ന് പുറത്തേക്കൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസ് ആണ്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു പ്രത്യേകത ഡൈനിങ് സ്പേസിൻ്റെയും ലിവിങ് സ്പേസിൻ്റെയും ഡബിൾ ഹൈറ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ലിവിങ് സ്പേസാണിത്. ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കർട്ടൺ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഷാൻലിയറുകൾ നമുക്ക് കാണാം. ഒരു കോർട്ട്യാർഡ് സ്പേസ് അല്ല, ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ കാണാം. അത് കവേർഡ് സ്പേസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. മൊറോക്കൻ ടൈപ്പ് ടൈലുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ നമുക്കൊരു ചെറിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നിന്നും ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണി എല്ലാ ബെഡ്റൂമുകൾക്കും വരുന്നുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളും ഏകദേശം സെയിം ഫിനിഷിങ്ങിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സറൈ എന്ന ബ്രാൻഡിൻ്റേതാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 9 കിലോമീറ്ററാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് 500 മീറ്റർ ദൂരമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലും ഈ വീടിനോട് ചേർന്ന് ഏകദേശം 2 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ആരാധനാലയങ്ങൾ എന്നിവ വീടിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് നമ്മുടെ ബിൽഡർ ചോദിക്കുന്ന വില 1,69,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോ